ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടിൻ ഫിഷാണ്. ട്യൂണ എന്ന് പറയും. നമ്മൾ പ്രവാസികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന സാധനമാണ്. നമ്മളിത് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് കുബൂസിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ സവാള, തക്കാളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. നമ്മളിതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. മീനാണല്ലോ, അപ്പോൾ കുറച്ച് ഉലുവ ഇടുന്നത് നല്ലതാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് തപ്പി പൊത്തി കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് വേവിക്കാം. ഇനി ഇതിന് വേണ്ട മസാലപ്പൊടികൾ എടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. അത് നമ്മൾ ഈ വഴണ്ടി വന്ന ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് മസാല കുത്തൽ ആവരുത്. ഓക്കെ, അപ്പം 1 സ്പൂൺ, 1/2 സ്പൂൺ അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഈ മസാലക്കുത്തിലൊക്കെ ഒന്ന് മാറുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ടിൻ ഫിഷ് ഇതിലേക്ക് പൊട്ടിച്ചിടാം. അതിനുശേഷം നല്ലപോലെ ഇളക്കി ഇത് യോജിപ്പിക്കുക. പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിനുശേഷം ഒന്ന് തുറന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറി റെഡിയാവും. പിന്നെ നമുക്കത് സെർവ് ചെയ്ത് നമുക്ക് കുബൂസിൻ്റെ കൂടെയോ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഒരു ഡിന്നറിന് പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ ഈസി റെസിപ്പീസ് കാണാനായിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.